ഞാൻ ശ്രീ നന്ദകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ നന്ദകുമാർ, ഇവിടെ ഗോകുൽ സൂചിപ്പിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നടന്ന ഒരു സദാചാര കൊലയാണ്, അതിന് സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് എന്നാണ്. പക്ഷേ ഇന്നലെ ഇതേ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ SDPIയുടെ പ്രതിനിധിയടക്കം പറഞ്ഞത് ഇതൊരു തരം ഗൂഢാലോചനയാണ്, സർക്കാരിൻ്റെ ഗൂഢാലോചനയാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് SDPIയിലേക്ക് എത്തുന്നത്. SDPI എന്ന പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് ഈ മരണവുമായി ഒരു ബന്ധവുമില്ല. അത്തരത്തിൽ അതായത് SDPIയെ താലിബാനിസം എന്ന് അടക്കം വിളിച്ച് അധിക്ഷേപിക്കുന്നത് ഒരു തരം ഗൂഢാലോചനയാണ് എന്നുള്ളതായിരുന്നു ഇന്നലത്തെ പ്രതിനിധിയുടെ പ്രതികരണം. അഭിലാഷ്, ഇതിനകത്ത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം പറയൂ അഭിലാഷ്. ഇതിനകത്ത് ശ്രീമതി ടീച്ചർ പറഞ്ഞൊരു വിഷയമുണ്ട്. അവിടെ പിണറായിയില് താലിബാനിസം നടപ്പിൽ വന്നു എന്ന് പറയുന്നത് ശ്രീമതി ടീച്ചറാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തില് അവിടെ തീവ്രവാദികൾ കഴിഞ്ഞാടുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് കേരള സർക്കാരാണെന്ന് അതിൽ നിന്ന് ബോധ്യമാണ്. കാരണം അല്ലെങ്കിൽ അവിടെ താലിബാനിസം ഉണ്ടെന്ന് ടീച്ചർ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞത് അവിടെ താലിബാനിസം ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ രാകേഷ് പറഞ്ഞത് അവിടെ താലിബാനിസം തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ താലിബാനിസം എവിടെയാണ് ഉള്ളത് കേരളത്തിലെന്ന് ചോദിച്ചാൽ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ്. അതുണ്ടാവാൻ എല്ലാ സാധ്യതയുണ്ട്. കാരണം എനിക്കിപ്പോ ഈ വിഷയം മാത്രമല്ല ഉള്ളത്. കേരളത്തിൽ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മരുമകനായിരിക്കുന്ന ആള് ഒരു സ്ത്രീയെ തലാഖ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് വ്യക്തമാക്കേണ്ട ആവശ്യമുണ്ട്. കേരളത്തിൽ പൊതുവെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ആളുകൾ ഒരു മന്ത്രി അടങ്ങുന്ന അല്ലെങ്കിൽ ഒരു പഴയ MLA അടങ്ങുന്ന ആളുകള് അവര് സ്വന്തം ഭാര്യമാരെ ഉപേക്ഷിക്കുന്ന സമയത്ത് ആ ഭാര്യമാരെ ഉപേക്ഷിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ന്യായീകരണങ്ങളടക്കം ഇത് തികച്ചും ഒരിക്കലും ഒരു സ്ത്രീപക്ഷത്തിന് അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ സാധ്യമല്ല. സ്ത്രീ വിരുദ്ധമായിരിക്കുന്ന നടപടികളാണ്. അങ്ങനെ സ്ത്രീ വിരുദ്ധമായിരിക്കുന്ന നടപടികൾ സ്വന്തം മന്ത്രിസഭയിലുള്ള ആളുകൾ പോലും നടത്തുന്ന സമയത്ത് അതിനെതിരായിട്ട് ശ്രീ നന്ദകുമാർ, അതായത് അവർ മന്ത്രിയായിരിക്കാം, MLA ആയിരിക്കാം, ജനപ്രതിനിധി ആയിരിക്കാം, അതിനപ്പുറത്ത് അവരുടെ കുടുംബപരമായ വിഷയങ്ങൾ ഉണ്ടാകും. അവിടെ വിവാഹമോചനം എന്നതും വേർപിരിയൽ എന്നതുമൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് നിയമപരമായ ഇടങ്ങളുണ്ട്. അതിൽ പരാതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും പരാതിപ്പെടാനുള്ള ഇടങ്ങളുണ്ട്. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു സാധാരണ ഒരാളുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഒരു മന്ത്രിയായിരിക്കുന്ന ഒരാള് ഈ തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മര്യാദയാണോ ഇത്? അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു സന്ദേശമാണ് വാസ്തവത്തിൽ കൊടുക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങള് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് താലിബാനിസ്റ്റുകൾക്ക് എന്തൊരു സന്ദേശമാണ് കൊടുക്കുന്നത് വ്യക്തമാക്കേണ്ടതാണത്. അപ്പൊ അതുകൊണ്ട് വളരെ വർഷങ്ങളായിട്ട് പിണറായി അടക്കമുള്ള പല നിയോജക മണ്ഡലങ്ങളും വിഷയമാണോ ഇത്? ഒരു വിഭാഗം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു വിഭാഗം ആളുകൾ എത്തി അതിനെ ചോദ്യം ചെയ്യുന്നു. അവിടെ നിന്ന് ഒരാളെ തട്ടിക്കൊണ്ടുപോകുന്നു. റഹീസിന്റെ FIRന്റെ പകർപ്പിൽ വളരെ വ്യക്തമാണ്. FIRന്റെ കോപ്പി എന്നതൊന്നും രഹസ്യ സ്വഭാവമുള്ള ഒന്നല്ലല്ലോ, അത് പരസ്യ സ്വഭാവമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായി പറയുന്നത് തട്ടിക്കൊണ്ടുപോകുന്നു, മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു, മൊബൈൽ ഫോണുകൾ ബലം പ്രയോഗിച്ച് കൈക്കലാക്കുന്നു. അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിനപ്പുറത്ത് ഇതൊരു കുടുംബ വിഷയമാണെങ്കിൽ അത് കുടുംബത്തിൽ നടക്കുന്ന ഒന്ന് എന്ന നിലയിൽ നമുക്ക് അത്രമേൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു, കേരളത്തില് സ്ത്രീകൾക്ക് ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം നിലവിലിരിക്കുകയാണ്. കാരണം സ്ത്രീകളെ കേരളത്തിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ സ്ത്രീകൾക്ക് വേറെ പുരുഷനായിട്ട് സംസാരിക്കാൻ പാടില്ല. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ ചില ആളുകൾ ഇടപെടുന്നു. അവർ ഇന്ന വസ്ത്രം ധരിക്കുന്നു, വാശി പിടിക്കുന്നു. ഇത് പുരുഷന് ബാധകമല്ലേ? പുരുഷന്മാരായിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഷർട്ട് ഉപയോഗിക്കാം, അവർക്ക് മുണ്ട് ഉപയോഗിക്കാം, വിരോധമില്ല. പക്ഷേ സ്ത്രീകള് സ്വന്തം മുഖം കാണിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ പോലും ഈ തരത്തിൽ നിഷ്കർഷകൾ വച്ചു പുലർത്തുന്നത് ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ്. ഇപ്പൊ ഇതിനെല്ലാം അംഗീകരിക്കാൻ ഇവിടെ ആർക്കും മടിയില്ലല്ലോ. ഇതിനെല്ലാം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത് അംഗീകരിക്കുന്ന പറയാൻ കാരണം സർക്കാർ കേരളത്തിന്റെ ഇടതുപക്ഷത്തിന് ശബരിമല പ്രശ്നത്തിനകത്ത് അവരുയർത്തിയിരിക്കുന്ന നവോത്ഥാന മതിലിന്റെ ആ നവോത്ഥാന മതിലിനകത്ത് അണിനിരന്നിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽപ്പെട്ട ആളുകളാണ്. എന്ന് വെച്ചാൽ
എനിക്കതിനകത്തുള്ള പ്രധാനപ്പെട്ട അല്ല അവിടെ നന്ദകുമാർ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് വേണമെന്നല്ലോ മുന്നോട്ട് പോകാൻ. അതായത് ഒരു സ്ത്രീക്ക് അവരുടെ ഇഷ്ടപ്രകാരം മുഖം മറച്ച് നടക്കണമെങ്കിൽ നടക്കാം, അതിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതില്ല. അതേസമയം ആ സ്ത്രീ പറയുന്നു, ദാ ഞാൻ മുഖം മറച്ചിരിക്കുന്നത് ഇന്ന വ്യക്തിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ്, അല്ല എങ്കിൽ എനിക്കിങ്ങനെ മുഖം മറച്ച് നടക്കാൻ ഭയപ്പാടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ഭരണകൂടം ഇടപെടേണ്ടതുണ്ട്. ഇതങ്ങനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതാരാണ് ഉണ്ടാക്കിയത് എന്ന് കണ്ടെത്തണം. അവരെയാണല്ലോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത്. അല്ല, കേരളത്തിൽ ഇന്നിപ്പോ ജീവൻ ഒടുക്കുന്ന ഒരു സ്ത്രീ പറയുന്നു എനിക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയെന്ന്. പക്ഷെ മറ്റുള്ള സ്ത്രീകൾക്ക് ഇതേ പ്രശ്നമുണ്ട്, അവർ ജീവൻ ഒടുക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന വസ്ത്രധാരണത്തിലടക്കം അതുപോലെ തന്നെ സ്റ്റേജിൽ അല്ല അവരെങ്ങനെയാണ് അവർ പാവങ്ങളുടെ രംഗത്ത് വരിക? കേരളത്തിൽ ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, കേരളത്തില് മുത്തലാഖിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. മുത്തലാഖിന്റെ പ്രശ്നത്തിൽ ഏത് സ്ത്രീയാ കേരളത്തിൽ രംഗത്ത് വന്നേ? അത് രംഗത്ത് വന്ന് ഉത്തർപ്രദേശിലെ സ്ത്രീകളാ രംഗത്ത് വന്നത്. കാരണം കേരളത്തിലെ സ്ത്രീകൾക്ക് 4 വിവാഹം കഴിക്കുന്നതിന് ഒരു സ്ത്രീ അനുകൂലിക്കുന്ന ഞാൻ ധരിക്കുന്നില്ല. ഒരു സ്ത്രീയും തലാഖ് 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 എന്ന് പറയുന്ന സമയത്ത് ഉപേക്ഷിക്കപ്പെടുന്നതിന് ഒരു സ്ത്രീയും തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്ത്രീകൾ നിർബന്ധിതരാണ്, സ്ത്രീകൾ ഇത്തരത്തിൽ വരേണ്ടതിന് നിർബന്ധിതരാണ്. അങ്ങനെ സ്ത്രീകൾ നിർബന്ധിതരാകാൻ കാരണമുള്ളത് കേരളത്തിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളാണ്. ഈ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് കൃത്യമായിട്ട് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുന്ന സമയത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് കേരളത്തിലെ സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചിന്തിക്കേണ്ടതില്ലേ? ഒരുപക്ഷെ നമുക്ക് വിദ്യാഭ്യാസം കുറവെന്ന് പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകള് പീഡിപ്പിക്കപ്പെടുന്നതും കേരളത്തിലാണ് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ റസീനയുടെ സംഭവം നമ്മൾ എടുക്കേണ്ടത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളതില് കേവലം വരുന്നില്ലേ? പലപ്പോഴും സ്ത്രീകൾക്ക് കൂടുതൽ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നതാണ് എല്ലാ മതങ്ങളും എന്ന നിലയിലേക്ക് നമുക്ക് പരിശോധിക്കേണ്ടതായി വരില്ലേ? അങ്ങനെ വരുന്നില്ലല്ലോ അഭിലാഷേ. ബാക്കിയുള്ള ഏത് മതവിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇടപെടാൻ ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നല്ല താല്പര്യമാണല്ലോ. അവരെല്ലാവരും ഇടപെടാറുണ്ടല്ലോ, അവരെ കാര്യങ്ങൾ തെറ്റാന്ന് പറയാറുണ്ടല്ലോ. ശബരിമലയിൽ സംഭവത്തിനടുത്ത് അതിനടക്കമുള്ള സംഭവങ്ങളിൽ സർക്കാരിന് വ്യക്തമായ നയങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇതിനെന്താ സർക്കാരിന് നയമില്ലാത്തത്? സർക്കാർ നിലപാടുകളൊന്നും വ്യക്തമാക്കുന്നില്ലല്ലോ. ഈ സർക്കാർ നിലപാടുകൾ വ്യക്തമാക്കാതിരിക്കാൻ കാരണം സർക്കാരിന് ഞാൻ ധരിക്കുന്നത് ഇത്തരം നിലപാടുകളുടെ പിന്നാലെയാണ്. മുന്നോട്ട് പോകണം. അവിടെ 3 പേരെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അറസ്റ്റ് നടന്നിട്ടുണ്ട്. ഈ ആൺസുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ പെൺകുട്ടിയുടെ ഉമ്മയുടെ പരാതിയടക്കം പരിശോധിക്കും എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഇടതുപക്ഷത്തിന്റെ CPIMന്റെ നേതാക്കൾ എല്ലാവരും, പ്രത്യേകിച്ച് ആ പ്രദേശത്തെ നേതാക്കൾ അതിശക്തമായ ഭാഷയിൽ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം പ്രതികരണങ്ങൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ ഈ ചർച്ചയിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധിയില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. ആ പ്രതിനിധി എല്ലാ ആക്ഷേപങ്ങളെയും ഇത്തരം സമീപനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സംസാരിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ SDP യുടെ നേതാവ് ശ്രീ VM ഫൈസൽ കൂടി ചേരുകയാണ്. ശ്രീ